തലച്ചമടെന്ന് പറയുമ്പോൾ അംബാനി 80കളിലും 70കളിലും ഞങ്ങൾ ബോംബെ മാർക്കറ്റിൽ പണിയുമ്പോൾ തലച്ചമടുമായിട്ട് അതിലെയൊക്കെ നടന്ന ആളാണ് ശ്രീ ധീരുഭായ് അംബാനി. ചീമാട്ടി ഒരു ഗവൺമെന്റ് കടയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ കൈ കിട്ടുന്നത്. ഇ.കെ. നായനാര് ചീമാട്ടി ജൗളി വ്യാപാര സ്ഥാപനമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ജൗളി വ്യാപാരത്തിൽ നിലനിന്നിരുന്ന തനി മലയാളാണ് ജൗളിക്കട. പ്രായം ഞാൻ പറയുന്നില്ല, ഈ പ്രായത്തിലും ഇങ്ങനെ പറഞ്ഞ ഗോവിന്ദൻകുട്ടി ഇപ്പൊ എണീറ്റ് പോകും. അന്ന് 1 ലക്ഷം രൂപ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ അച്ഛന് ചിലപ്പോ 10 50 ബാങ്കേഴ്സിന്റെ അടുത്ത് പോയാലാ നേരിട്ടിട്ടുണ്ട്. പലതും നേരിട്ടിട്ടുണ്ട്, എല്ലാരെയും പോലെയും തന്നെ പല കാര്യങ്ങളിൽ പലതും. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരും നമ്മളെ വിശ്വസിക്കില്ല. ഇപ്പൊ എന്നെ ദുബായിൽ കൊണ്ടുപോകാൻ എത്രയോ പേര് എപ്പോഴൊക്കെയോ റെഡി ആയിരുന്നു. മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് മണി വാസ് വെയിറ്റിംഗ് ഫോർ മീ. വളരെ പാവം ഒരു സ്ത്രീയാ. എനിക്കതൊന്നും ലോകമോ ലോകനീതികളോ ന്യായമോ ഒന്നും അറിയില്ല. എനിക്ക് ആകപ്പാടെയുള്ള ചീമാട്ടി ചോദിച്ചോപിനെ നടക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെന്നേ ഉള്ളൂ. ആരെന്ത് ചോദിച്ചാലും ചിലപ്പോൾ വൃത്തിയായിട്ട് ചോദിക്കുന്നവരുണ്ട്. ലൈക്ക് ഒരിക്കൽ ഒരു ഹിന്ദിക്കാരൻ, ദേ ആർ ഗുഡ് ഫാമിലി ഫ്രണ്ട്സ് ഓഫ് മീ, ചുംബനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്ന കാറിൽ ദ ഹോൾ ഫാമിലി വാസ് സിറ്റിംഗ്. അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ വലിയ ബീന കണ്ണൻ ചീമാട്ടി, വെൽക്കം ടു ABC മലയാളം. വീണ്ടും സ്വാഗതം. നമസ്കാരം. വീഡിയോ ഈസ് പവർഡ് ബൈ മേളം കറി പൗഡറുകൾ. നമസ്കാരം ഗോവിന്ദൻകുട്ടി. നമസ്കാരം സതീഷ്. ഇത് മേളംകാരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ. അതേമാതിരി ABC മലയാളവും എക്കാലവും എൻ്റെ കൂടെ എന്നും രാത്രി ഉറങ്ങാൻ എനിക്ക് സംഗീതം പാടിത്തരുന്നത് ABC മലയാളമോ അങ്ങനെ എല്ലാവരും തന്നെ, മോഹൻദാസ് സാർ, ABC മലയാളം, ഇവരൊക്കെ തന്നെ മാറി മറിച്ചും. സോ ദേ ആർ മൈ പെർമനന്റ് ഫ്രണ്ട്സ് അക്രോസ്. താങ്ക് യു. ഈ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി. ബീന മാം ഒരു ലെഗസി കീപ്പപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പം ബീന മാം ലെഗസി കീപ്പപ്പ് ചെയ്യുന്ന ആളാണോ, ബീന മാം ലെഗസി ബിൽറ്റപ്പ് ചെയ്ത ആളാണോ എന്നെൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഞാനിതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്? ഹെറിറ്ററി ലെഗസി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ, പാരമ്പര്യം ഉണ്ടാക്കിയ ആളാണോ? അതെ, നിങ്ങൾ പാരമ്പര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടല്ല അങ്ങനെ ചോദ്യം തന്നെ വന്നത്. ഐ ആം ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ശ്രീ എസ് പെരിയാർ റെഡ്ഡിയാർ. ഓക്കെ. അപ്പോൾ ഒരു അപ്പൂപ്പൻ്റെ കൊച്ചുമോള് എൻ്റെ അച്ഛൻ്റെ മോള്, അതായത് ദേ വർ ഓൾസോ ഇൻ ദ ലൈൻ. അറിഞ്ഞോ അറിയാതെയോ ശ്രീ എസ് പെരിയാർ റെഡ്ഡിയാർ എൻ്റെ ഗ്രാൻഡ് ഫാദർ, തിരുവേങ്കിടം അല്ലെങ്കിൽ അർജുൻ എൻ്റെ അച്ഛൻ, സീതാലക്ഷ്മി എൻ്റെ അമ്മ. സോ അമ്മായിയമ്മയും സീതാലക്ഷ്മിയാണ്, ഫോർ യുവർ ഇൻഫർമേഷൻ. സോ അപ്പൂപ്പനും അച്ഛനും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അത് ഇപ്പം ഗോവിന്ദൻകുട്ടി മെൻഷൻ ചെയ്ത പലരും എൻ്റെ അടുത്ത്, ഓ ബീനമ്മ ഈസ് ഗിവൺ എ ഗോൾഡൻ സ്പൂൺ എന്ന മാതിരി ഒരു വർത്താനം എന്നോട് ചിലപ്പോഴോ പലപ്പോഴോ പലരും പറഞ്ഞിട്ടുണ്ട്. ഗോൾഡൻ സ്പൂണ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയും, ഞാൻ ഇല്ലെന്നും പറയും. തട്ടകം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയും, ഞാൻ ഇല്ലെന്നും പറയും. യെസ്, യു കൻ ആസ്ക്. അതായത് ബീന മാമിൻ്റെ യാത്രയിൽ ഒരു സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. പലർക്കും അറിയാവുന്നത് തലമുറകളായി കാത്തു സൂക്ഷിച്ചു വരുന്ന ചീമാട്ടിയുടെ അല്ലെങ്കിൽ തുണി വ്യവസായത്തിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ യാത്രയിൽ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ബീന കണ്ണൻ തന്നെ ഒരു ബ്രാൻഡായി നിൽക്കുമ്പോൾ, ബീന കണ്ണൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ആ യാത്രയ്ക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഒരിടത്തും ആ യാത്ര ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. മാം ആ യാത്ര പറഞ്ഞു കേട്ടിട്ടില്ല. ചിലപ്പോൾ കണ്ണീര് നനയുന്ന യാത്രയായിരിക്കാം, ചിലപ്പോൾ കണ്ണീര് നനയുന്ന സ്റ്റേജൊക്കെ ചിലപ്പോൾ ഒത്തിരി കഴിഞ്ഞു പോയി. ചിലപ്പോൾ ബോംബിട്ടാലും പോലും കണ്ണീരൊന്നും വരില്ല. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഞാൻ ഉത്തരം പോകാം. ലൈക്ക് ഒരു ലെഗസി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലെഗസി ഉണ്ടാക്കുക, അത് രണ്ടും ഉണ്ട്. ബിക്കോസ് എനിക്ക് ഒരു ചീമാട്ടി എന്നുള്ള ഒരു ഫോറം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ലഭിച്ച ഒരു ഫോറമാണ്. അതെൻ്റെ സാമർഥ്യം ഒന്നും അല്ല. ശ്രീ വീര്യ റെഡ്ഡിയാർ തുടങ്ങി അച്ഛൻ്റെ കയ്യിലെത്തി 1910 തൊട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും എല്ലാവരെക്കാളും മുന്നിൽ സിൽക്ക് വ്യാപാരത്തിൽ ഇറങ്ങിയതാണ്. സോ അന്ന് തൊട്ട് 1910 തൊട്ട് തുടങ്ങി വല്യച്ഛൻ
പെരിയാർ റെഡ്ഡിയാർ, അച്ഛൻ തിരുവെങ്കിടം. വല്യച്ഛൻ എന്ന് ഉദ്ദേശിച്ചത് അച്ഛൻ്റെ അച്ഛനാണോ അച്ഛൻ്റെ ചേട്ടനാണോ? അച്ഛൻ്റെ അച്ഛൻ. ഞങ്ങളുടെ ഭാഷയിൽ വല്യച്ഛൻ എന്നാ പറയാറ്. ഓക്കെ. അപ്പൂപ്പൻ എന്ന് പറയാറില്ല നോർമലി. ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇവരുടെ കയ്യിൽ നിൽക്കുമ്പം ചീമാട്ടിക്ക് ഒരു 22 23 ശാഖകളുണ്ടായിരുന്നു. എപ്പോ? ഫോൺ പോലും ഇല്ലാത്ത കാളവണ്ടി യുഗത്തിൽ. റിയലി യെസ്, ഫോൺ പോലും ഇല്ലാത്ത കാളവണ്ടി യുഗത്തിൽ സിലോണിൽ പോയി സമ്പാദിച്ചിട്ട് വന്ന എൻ്റെ അപ്പൂപ്പൻ യുദ്ധകാലത്ത് സിലോണിൽ നിന്ന് കൊണ്ടുവന്ന സ്വന്തം സമ്പാദ്യം കൊണ്ട്, സ്വന്തം കാശ് കൊണ്ടാണ്, അല്ലാണ്ട് സിലോണിൽ ജോലിക്ക് പോയതായിരുന്നു. അല്ല, യുദ്ധസമയത്ത് മല്ലോ ഗാഡായോ ഒക്കെ അവിടെ വിറ്റിട്ട് അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്ന് അങ്ങനെ അപ്പൂപ്പൻ ആദ്യമായിട്ട് തലച്ചുമട് കൊണ്ടുപോയി വള്ളത്തിൽ കയറ്റി വിൽക്കോ തലച്ചുമട് വെച്ച് വിൽക്കോ ചെയ്തതിന് ശേഷമാണ് ഈ കടകളൊക്കെ ഉണ്ടായത്. റൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഹോൾഡ്. തലച്ചുമടെന്ന് പറയുമ്പോൾ അംബാനി. ഓക്കെ, അംബാനിയുടെ ഫുൾ നെയിം പറഞ്ഞേ. ധീരുഭായ്, ശ്രീ ധീരുഭായ് അംബാനി. ഞങ്ങൾ MJ മാർക്കറ്റ് ബോംബെയിൽ പണി ചെയ്യുമ്പോൾ 80കളിലും 70കളിലും ഞങ്ങൾ ബോംബെ മാർക്കറ്റിൽ പണി ചെയ്യുമ്പോൾ തലച്ചുമടുമായിട്ട് അതിലെയൊക്കെ നടന്ന ആളാണ് ശ്രീ ധീരുഭായ് അംബാനി. അല്ല, തന്നെയല്ല, കൊച്ചിയിൽ അദ്ദേഹം പമ്പില് ഡീസൽ അടിക്കാൻ നിന്ന കഥ കേട്ടിട്ടുണ്ട്. ശ്രീ ധീരുഭായ് അംബാനി MJ മാർക്കറ്റിൽ തുണി ചുമക്കുന്ന സമയം 72സിലും ഒക്കെ, ഞാൻ പറഞ്ഞ ഡേറ്റ് ചിലപ്പോൾ വ്യത്യാസം കാണാം. പക്ഷേ എൻ്റെ ബോംബെ മാനേജർ എനിക്ക് ഡയറക്റ്റായിട്ട് തന്ന ഇൻഫർമേഷനാണ്, വിച്ച് ഇസ് ട്രൂ. അപ്പോൾ ആ 72 കഴിഞ്ഞ് ഉണ്ടായ ഒരു സാമ്രാജ്യമാണ് മിസ്റ്റർ അംബാനി ആൻഡ് ഫാമിലി. പോളിസ്റ്റർ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. യെസ്, ബിക്കോസ് പെട്രോളിയം ബൈ പ്രോഡക്ട്സ് ആൻഡ് പെട്രോൾ ആൻഡ് ദെൻ ദ ഗവൺമെന്റ്. സി, ഒരു കാര്യം പറഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നതിൽ എൻ്റെ ചെറിയ അറിവിനുള്ള എൻ്റെ ക്യാമറ കൊച്ചു കേരളത്തിൽ നിന്ന് അങ്ങോട്ടുള്ള ഒരു കുഞ്ഞു ബീനായുടെ ലൈക്ക് ലോകം ഫാഷന് വേണ്ടിയും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയും മാത്രം കണ്ട ഒരു ലോകമാണ് എൻ്റെ മുമ്പിൽ. ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇസ് ഹ്യൂജ്. ബട്ട് ബിസിനസ് പരമായിട്ട് ഞാൻ പുറത്തു പോയി നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം, വിവിധ തലങ്ങളിൽ നിന്ന് വിശ്വസ്തമായി കിട്ടിയ ഇൻഫർമേഷൻസിന്റെ ഒരു കളക്റ്റീവായ ഓർമ്മ അല്ല. ബിക്കോസ് സി, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇസ് ലിമിറ്റഡ് ടു കേരള ആൻഡ് കേരള ബിസിനസ് ആൻഡ് മൈ ട്രാവൽ അബ്രോഡ് ഫോർ ഫാഷൻ ആൻഡ് ഫോർ ഹോളിഡേയ്സ്. അപ്പോൾ അങ്ങനെയുള്ള ലോക അറിവും ജീവിതത്തിൻ്റെ അറിവും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. സി, വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഹിയർ ഇസ്, അംബാനി എന്ന് പറയുന്ന ഒരാൾ 72 നിന്നോ പറയുന്ന വർഷം തെറ്റായിരിക്കും, ക്ഷമിക്കണം. എൻ്റെ ഒരു ചെറിയ ബീനായുടെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഡേറ്റ് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള സ്ത്രീയല്ല, തുണി മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ള സ്ത്രീ, മുഖം പോലും ഞാൻ ഓർക്കില്ല. അപ്പോൾ സി, ഒരു 70കളിലോ 60കളിലോ 78ലോ ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ധീരുഭായ് അംബാനിയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കല്യാണം നടത്തുന്ന, ഏറ്റവും വലിയ ആനിമൽ ഹോസ്പിറ്റൽ നടത്തുന്ന, ഏറ്റവും വലിയ സ്വത്തിൻ്റെ, ഏറ്റവും വലിയ വീടിൻ്റെ ഒക്കെ ഒരു ഉടമ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ഒരു 50-60 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഒരാൾക്കത് ചെയ്തെടുക്കാനും സാധ്യമാണ്. അപ്പം ഡിപ്പെൻസ്, വേറൊരു തലത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് പ്രൊവൈഡഡ് നിങ്ങൾ എത്ര റിസ്ക് എടുക്കുന്നു, നിങ്ങൾ റിസ്ക് എടുക്കുന്നു, നമ്മളെ പ്ലേസ്മെൻറ്റ് എങ്ങനെ, നമ്മുടെ ചിന്താഗതി എങ്ങനെ, ഇതെല്ലാം ഒരാളെ മുന്നോട്ട് ജീവിതത്തിൽ കൊണ്ടുപോകാൻ പലപ്പോഴും നമ്മളെ സഹായിക്കുകയും നമ്മളെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ കൊച്ചു ഞാൻ എത്ര വലുതാകാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണം. എൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പം ചീമാട്ടി ഒരു ഗവൺമെൻറ് കടയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ കൈ കിട്ടുന്നത്. ചീമാട്ടി കോട്ടയം ഒരു ഗവൺമെൻറ് ഷോപ്പാണോ എന്നാണ് ചോദിക്കുന്നത്. ആ അവസ്ഥയിലാണ് എൻ്റെ കയ്യിലോട്ട് വരുന്നത്. ബിക്കോസ് സർവീസ് ഇഷ്ടപ്പെടത്തില്ല, എല്ലാം ആർക്കും. പിന്നെ എപ്പോഴും ചീമാട്ടിക്കുള്ള ഒരു ഗുണം, ചീമാട്ടി വിൽ ബി ഗുഡ്, ജ്വലിച്ചുകൊണ്ടേ ഇരിക്കും. ഒരുപക്ഷെ ഈ ഉടുപ്പ് ഇടാതിരുന്ന സമയത്ത് ഉടുപ്പിടിപ്പിച്ച സമയം, അല്ലെങ്കിൽ ബ്ലൗസ് ഇല്ലാതിരുന്ന സമയത്ത് ബ്ലൗസ് ആയ സമയം, ഇതൊക്കെ ശരിക്കും ചീമാട്ടിയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ചീമാട്ടിയുണ്ട്. പക്ഷേ ബീനമം ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ
ഇതൊരു സർക്കാർ ഓഫീസ് പോലെ എന്ന് പറയുകയുണ്ടായി. അവിടെ എങ്ങനെയാണ് അതിനെ ഓരോ ചുവടും അതിനെ വേറൊരു രീതിയിലേക്ക് ഒരു ബീന കണ്ണൻ ടച്ച് കൊണ്ടുവന്ന് അതിനെ ഇന്നത്തെ നിലയിലേക്ക് ആക്കിയത്? ചീമാട്ടി എന്ന് പറയുന്ന സ്ഥാപനത്തിനോട് എൻ്റെ അച്ഛൻ എത്രമാത്രം ലൈക്ക് വാട്ട് വേർഡ് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നോ, എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നോ, എത്രമാത്രം അടുപ്പമുണ്ടായിരുന്നോ, അതോ അതിൽ കൂടുതലോ എനിക്കുണ്ട്. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് എന്നെനിക്ക് പറയാൻ അറിയില്ല. എൻ്റെ സീനിയർ പീപ്പിൾ ഹു വർക്ക് ഇൻ ചീമാട്ടി, യെസ് ദേ ഹാവ്. ആ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ അല്ലാണ്ട് പിന്നെ താഴോട്ട് പോകുമ്പോൾ ആ ഒരു ബ്രാൻഡിനോടുള്ള ഒരു വെറിത്തനമായ ഇഷ്ടം എന്ന് എൻ്റെ തമിഴ് വേർഡ്, എക്സ്ക്യൂസ് മീ, ദാറ്റ് ഒരു ഭ്രാന്തമായ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രേമം, വെറിത്തനം, ഭ്രാന്ത്, ബിക്കോസ് ദാറ്റ്സ് നീ വെറിയ പട്ടിൻ്റെ നിനക്ക് എന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഞങ്ങൾ വീട്ടിൽ ചോദിക്കും. ബിക്കോസ് ഒരുപാട് ആർഗ്യുമെൻ്റ് ഞാനും അച്ഛനും തമ്മിൽ ഷീമാട്ടിക്ക് വേണ്ടി നടന്നിട്ടുണ്ടാവാം, ഷീമാട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. അന്ന് ഷീമാട്ടിയെ ഒരു ഗവൺമെൻറ് ഷോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് അതുപോലൊരു 80s ആണ്. അപ്പം ഞാൻ 80കളാണ് ആ സമയം. ആ ബ്രാൻഡിനോടുള്ള ഇഷ്ടം കൊണ്ട്, ആ ബ്രാൻഡിനെ അങ്ങനെ വിളിക്കാൻ ഒക്കില്ല എന്നുള്ള ഒരു നിർബന്ധം കൊണ്ട് ഓരോ എഴയും ഓരോ നൂലും അതിൻ്റെ നേരെയാക്കിയാണ് എന്നിവിടം വരെ കൊണ്ടുവന്നത്. ഷീമാട്ടിക്കൊപ്പം അന്ന് ജൗളി വ്യാപാരം എന്നാണല്ലോ ഇതിന് പറയുക. ഇപ്പോൾ ആ വേർഡ് ആൾക്കാർക്ക് അറിയണമെന്നില്ല. ജൗളി വ്യാപാര മേഖലയിൽ അന്ന് ഷീമാട്ടിക്കൊപ്പം നിലനിന്നിരുന്ന ഏതൊക്കെ ബ്രാൻഡുകളിൽ നിന്ന് നിലവിലുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ പറയാം. അതിനു മുമ്പ് ടു ടച്ച് ജൗളി വ്യാപാരം ആൻഡ് ഗോ. ഇപ്പം ജൗളി വ്യാപാരം എന്ന് ഗോവിന്ദൻകുട്ടി ജൗളി വ്യാപാരം എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഇങ്ങോട്ട് കേട്ട ഒരു സംഭവം ഞാൻ ഓർത്തുകൊണ്ട് പറയുക. ജൗളിക്കട ലൈക്ക് EK നായനാർ CM ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലോങ്ങസ്റ്റ് സാരിയും കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ട്രിവാൻഡ്രം മിനിസ്ട്രിയുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ പോയി. ഈ ലോങ്ങസ്റ്റ് സാരി അവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. ഇറ്റ് ഈസ് എ ഗിന്നീസ് ബുക്ക് ആൻഡ് ലിംക ബുക്ക് വിന്നർ. ഓക്കെ 1/2 കിലോമീറ്റർ നീളമുള്ള ഒരു സാരി. ഐ തോട്ട് ഐ പുട്ട് ഇറ്റ് റൈറ്റ്. അതിന് 500 മീറ്റർ. അതിന് 900 മാൻ അവേഴ്സ്, 80 പേര് ജോലി ചെയ്തു ഫോർ 90 days നോൺ സ്റ്റോപ്പ് ഫോർ 800 ഹ്യൂമൻ അവേഴ്സ്. ബോർഡർ സെയിം ആയിരുന്നു. ഒറ്റ അടിക്ക് 1/2 കിലോമീറ്റർ സാരി ഡൈ ചെയ്യണമായിരുന്നു. അത് മിതിക്കാൻ വലിയ പാടായിരുന്നു. അതിൻ്റെ എല്ലാ ബുട്ടായും ഡിഫറെൻ്റ് ആണ്, എല്ലാ പല്ലവും ഡിഫറെൻ്റ് ആണ്. ഓരോ പല്ലവിലും നമ്മൾ ഗാന്ധി ജയന്തി തൊട്ട്, അത്തപ്പൂ തൊട്ട്, വള്ളംകളി തൊട്ട്, മദർ തെരേസ തൊട്ട്, രഥം തൊട്ട്, തേര് തൊട്ട് ഒക്കെ ഡിഫറെൻ്റ് പല്ലവായിരുന്നു. അതെനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല, ബീങ് കേരള. സോ അങ്ങനെ നെയ്തെടുത്ത ഒരു സാരി. ഇറ്റ് വാസ് എ ലിംക ബുക്ക് ആൻഡ് ഗിന്നീസ് ബുക്ക് വിന്നർ. അതുകൊണ്ട് EK നായനാർ സാറിൻ്റെ CM ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജൗളി കച്ചവടക്കാരാണോ വന്നിരിക്കുന്നത്. ഹി യൂസ് ദ വേർഡ് ജൗളി. ചീമാട്ടി ജൗളി വ്യാപാര സ്ഥാപനമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ്. ഐ വാസ് ഹാപ്പി. ഓക്കെ, അദ്ദേഹത്തിന് അറിയാമല്ലോ അത്രയും എന്ന് എനിക്ക് തോന്നി. ഐ എം ബ്ലെസ്ഡ്, ഐ എം ഹാപ്പി. സോ അതിനുശേഷം ഇപ്പോഴായിരിക്കും ജൗളി കേൾക്കുന്നത് അല്ലേ? ആ ജൗളി കേട്ട സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ വല്യച്ഛൻ, അച്ഛൻ, അപ്പൂപ്പൻ. ഓക്കെ, വി യൂസ് ദ വേർഡ് ഗ്രാൻഡ് ഫാദർ. അപ്പൂപ്പൻ, അച്ഛൻ, ഞാൻ 3 തലമുറ. ഗോ ഹെഡ്. ഈ 3 തലമുറ, അതായത് ചീമാട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന, ഇപ്പൊ ജൗളി വ്യാപാരത്തിൽ നിലനിന്നിരുന്ന തനി മലയാളാണ് ജൗളിക്കട. ഡീപ്രൊമോട്ടിംഗ് ആയിട്ട് മാം കാണണ്ട, ഇറ്റ്സ് എ പ്രൗഡ് തിങ്. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഏതൊക്കെ ബ്രാൻഡുകൾ ചീമാട്ടിക്കൊപ്പം ഉണ്ട്? ഇല്ല, പാർത്താസ് വാസ് ഷീമാട്ടിയാണ് ഇവരുടെ ഒക്കെ തലതൊട്ടപ്പൻ. ഷീമാട്ടിന്ന് ജനിച്ചതാണ് പാർത്താസ്. ഇന്ന് പാർത്താസ് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. വെൻ ഐ സേ ദിസ് ബിക്കോസ് ഞങ്ങളുടെ ബന്ധുക്കളാണ് പാർത്താസുകാര്. പാർത്താസ് ദുബായ് ഈസ് നോട്ട് റിയൽ പാർത്താസ്. ഇവിടുത്തെ ട്രിവാൻഡ്രം പാർത്താസ് ഇസ് റിയൽ പാർത്താസ്. പക്ഷേ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ ബ്രദർ ഇൻ ലോ ആണ് ആലപ്പിയും എറണാകുളവും ഒക്കെ പാർത്താസ്, വിച്ച് ഈസ് നോട്ട് ദെയർ നൗ. ട്രിവാൻഡ്രം പാർത്താസ് അവരുടെയും ബ്രദർ ഇൻ ലോ ആണ്. മീനിങ് വി ആർ ഓൾ മച്ച് ബിഫോർ ദാറ്റ് great grandfathers of all of them. അന്ന് ലൈക്ക് ഈ 3 ജനറേഷൻ
ഉള്ള ഒരു സ്ഥാപനം. ഞങ്ങൾ ഓടി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അന്ന് അത് കഴിഞ്ഞപ്പോൾ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഉണ്ട്. മഹേശ്വരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കസിൻസ് അവരൊക്കെ, ഞങ്ങളുടെ അമ്മൂമ്മയുടെ ചിറ്റപ്പൻ്റെ മക്കളൊക്കെ ആയിട്ട് വരും മഹേശ്വരി എന്നൊക്കെ പറയുന്ന സ്ഥാപനം. അയ്യപ്പാസ് ഇന്ന് മാവേലിക്കര ഒരാളുണ്ട്, ട്രിവാൻഡ്രത്തോ ആറ്റിങ്ങലോ ഒരാളുണ്ട്, ഐ ഡോണ്ട് നോ. അപ്പോൾ അയ്യപ്പാസും എൻ്റെ അമ്മയുടെ ചിറ്റപ്പൻ്റെ മക്കളാണ്. മഹേശ്വരി എൻ്റെ അച്ഛൻ്റെ ചിറ്റമ്മയുടെ മക്കളൊക്കെയാണ് മഹേശ്വരി. സോ ദേ ആർ ദ കസിൻസ്. ആൻഡ് ട്രിവാൻഡ്രത്തുള്ള ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ് എന്ന് വെച്ചാൽ ആണ്. സോ ട്രിവാൻഡ്രത്തെ 1-2 കടകളും വരും. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസ് ആണ്. ഇതിനെല്ലാം മുൻപേ ഷീമാട്ടിയുണ്ട്. ഇത് ഞങ്ങളുടെ കസിൻസ് ആണെന്ന് പറയുമ്പോൾ ദേ കെയിം ആഫ്റ്റർ അസ്. ഞങ്ങൾ കഴിഞ്ഞാണ് അവർ വന്നത്. ഞങ്ങളുടെ കസിൻസ് എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ്റെ മക്കള് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ വന്നതിന് ശേഷം ഉണ്ടായ കടകളാണത്. ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നത് എൻ്റെ അപ്പൂപ്പനാണ്. ഇൻ അവർ കമ്മ്യൂണിറ്റി, ഇൻ ടെക്സ്റ്റൈൽ കമ്മ്യൂണിറ്റി, ഗോയിങ് ബാക്ക് ടു 80s ആൻഡ് സീമാട്ടി എലോൺ. 80കളിലെന്ന് പറയുമ്പോൾ ബനാറസ് സാരി, വേഷ്ടി, കൈലി, തോർത്ത്, ഇവിടം വരെയേ ഉള്ളൂ. നമ്മൾ ബ്ലൗസ്, വേഷ്ടി എന്ന് പറയുമ്പോൾ മുണ്ട്, മല്ല് മുറിച്ചെടുക്കുന്ന മുണ്ട്, ഗാഡ ലോങ് ക്ലോത്ത്, ഗാഡ മല്ല്, ഗാഡ ലോങ് ക്ലോത്ത്. അച്ഛൻ രണ്ടും ആദ്യം ചോദിച്ചു, ഇത് മല്ലും ഗാഡയും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് അറിയാമോ ചോദിക്കും. എന്താണ് വ്യത്യാസം ഞങ്ങൾക്കൂടെ പറഞ്ഞു തരും. മല്ല് ഡൈഡ് ആണ്, ഗാഡ ഇസ് നോൺ ഡൈഡ്. മല്ലും ഗാഡയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. മല്ല് എന്ന് പറയുമ്പോൾ ഡൈഡ് ആൻഡ് പ്രോസസ്ഡ് ഫാബ്രിക് ആണ്. അത് പണ്ട് കച്ചമുറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ കല്യാണത്തിന് എടുത്തു കൊടുക്കും ഒരു മല്ലിൻ്റെ കുത്ത്. അന്ന് ഉടുക്കുന്നത് ലൈക്ക് കേരള ക്രിസ്ത്യൻ സൈഡ് ഒക്കെ വരുമ്പം അവർ കച്ചമുറി ലൈക്ക് മുണ്ടും ചട്ടയും തയ്ക്കാൻ ആ തുണി മുറിച്ചാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുക. സോ അതിൻ്റെ പേര് കച്ചമുറി എന്നാണ്. സോ ഇന്നും നമ്മൾ പറയും കച്ച സാരി എന്ന് പറയും. പിന്നെ അതിനെ ആ കച്ചയിൽ നിന്നാണ് ഈ കച്ച സാരി വരിക. സോ കച്ചമുറി ഒക്കെ ഉള്ള സമയം. അപ്പോൾ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അഹോരാത്രം അതിനായിട്ട് പണിയാൻ തുടങ്ങി. അപ്പോൾ ഒരു സാരി പോലും എടുക്കില്ല. ഇന്നത്തേന് പോലെയല്ല. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് പിന്നീട് പറയുമെങ്കിൽ പോലും 80കളിലൊക്കെ പുതിയ സാരി വന്ന കസ്റ്റമർ എടുത്തോട്ടെ എന്നുള്ള നിലയിൽ ഞാൻ ഒതുങ്ങി നിൽക്കും. ഞാൻ ഒരിക്കലും പുതിയ സാരി എന്നൊന്നും കൈവച്ച് സാരി ഉടുക്കുകയോ ചെയ്യില്ല. കസ്റ്റമറിന് കൊടുക്കുക എന്ന് മാത്രം തൊട്ട് നോക്കിയിട്ട്, വന്ന സാരി തൊട്ട് നോക്കിയിട്ട് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. ഒരിക്കലും അത് എടുക്കുകയൊന്നുമില്ല. അപ്പം ബനാറസ് സാരിയാണ് കല്യാണ സാരിയായിട്ട് വെക്കുന്നത്. കാഞ്ചീപുരം സാരി എന്താണെന്ന് പോലും കേരളത്തിന് അറിയില്ല. അതാണ് അവസ്ഥ. അപ്പം അതിനെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുക. അച്ഛൻ മദ്രാസിൽ നിന്നൊരു ആർക്കിടെക്റ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് അന്ന് കടയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങേൻ്റെ കൂടെ ഇരുന്ന് ലൈക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് അങ്ങേര് ആവറോ ഫ്ലൈറ്റാണ്, ഫ്ലൈറ്റ് ചാർജും കൊടുത്താണ് അച്ഛൻ കൊണ്ടുവരിക. അപ്പം ആ ആവറോ ഫ്ലൈറ്റിന് അപ്പം അന്ന് അങ്ങേര് അത് കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിയുമ്പോൾ അങ്ങേര് പറയും, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മദ്രാസിലായിരുന്നു, ലഞ്ച് ബാംഗ്ലൂരിലായിരുന്നു, ഡിന്നറിന് കേരളത്തിൽ വന്നു. ഞാൻ വായും പൊളിച്ച് കേട്ടിരുന്നിട്ടുണ്ട്. ഇന്ന് അതിൽ കൂടുതൽ സ്പീഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് ഒന്നും കൊണ്ടല്ല, ഒരു കൊച്ചിൻ്റെ ഒരു ആഹാ അങ്ങനെയോ എന്ന് തോന്നി. ഇന്ന് ഞാൻ അതിനേക്കാളും സ്പീഡിൽ ഞാൻ ഐ ഡു മൈ കോണ്ടിനൻസ്, ഐ ഡു മൈ സ്റ്റേറ്റ്സ്, ഐ ഡു മൈ ഫുഡ് ഡിഫറെൻ്റ്ലി. ഇത് ചെറിയ ചെറിയ സന്തോഷം. ഇതൊക്കെ എനിക്ക് ചിലപ്പം ദുബായിൽ പോയി ഇരുന്നിട്ട് ഒരു 10 കോടി ബില്യൺ ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാളും സന്തോഷമായിരിക്കാം. അപ്പം മല്ലുമുണ്ടിൽ നിന്ന് സാരി നീളത്തിൽ വന്ന് മുറിച്ച് കൊടുക്കുന്നതിൽ നിന്ന് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു. ആ യാത്രയിൽ ബീന എന്ന കച്ചവടക്കാരിയും ബീന എന്ന സ്ത്രീയും ഇന്ന് ഞങ്ങളെല്ലാം ബീനാമ്മ എന്നോ ബീന മാഡം എന്നോ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഒരു യാത്ര ഞങ്ങൾക്ക് കേൾക്കണം. അതെങ്ങും പറഞ്ഞിട്ടില്ല. ആ യാത്രയിൽ സ്ട്രഗിൾസ് ഉണ്ട്, മെൻ്റൽ സ്ട്രഗിൾസ് ഉണ്ട്, ഫിസിക്കൽ സ്ട്രഗിൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കേൾക്കുക, അത് പറയാമോ എന്നൊരു പലപ്പോഴും ഞാനിത് മാമിനെ കൊണ്ട് എത്ര പറഞ്ഞാലും ഞാൻ മുഴുവനും പറയില്ല. അത് തന്നെ ഞാൻ ഇന്നും കുറച്ചുകൂടെ പറഞ്ഞാലും അത് മുഴുവൻ എത്തൂല. ഞാൻ തീർന്നില്ല, എന്റെ ചോദ്യം തീർന്നില്ല. അതായത് ഇത് പറയാൻ ഇത് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ തന്നെ മാം ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്തൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി ഉണ്ട്.
വനിതാ സംരംഭകർക്കായാലും ബിസിനസ് തുടങ്ങാൻ ആൾക്കാർക്കും തുടങ്ങിയ ആൾക്കാർ പകച്ചുവെക്കുന്നവർക്കൊക്കെ മാമിന് കൊടുക്കാവുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഒരു പക്ഷേ വേറെ ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കഥകളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നൊരു കഥയുണ്ട്. അത് ഞങ്ങൾക്ക് കേൾക്കണം. സാമ്പത്തിക പ്രശ്നം നേരിട്ടിട്ടുണ്ടാവാം. ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം ജീവിതത്തിൽ അത് അന്നത്തെ സ്ട്രഗിൾ ആയിരിക്കില്ല ഇന്നത്തെ രീതിക്കുള്ളത്. അന്ന് 1 ലക്ഷം രൂപ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ അച്ഛനെ ചിലപ്പോഴല്ല മസ്റ്റായിട്ടും ഒരു 10ഓ 50ഓ ബാങ്കേഴ്സിൻ്റെ അടുത്ത് പോയാലാ 1 ലക്ഷം രൂപ കിട്ടുക. 10 ലക്ഷം രൂപ കൊണ്ട് അത് കഴിഞ്ഞ് ഒരു 10 കൊല്ലം കഴിഞ്ഞ് 10 ലക്ഷം രൂപ ഡിറൈവ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ അത് എവിടെ പോയി എന്നറിയില്ല. തുണിയായിട്ട് അവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഗുണമില്ലല്ലോ. അതെ, തുണി വിറ്റ് കാശായി തന്നെ തിരിച്ചു വരണം. തുണി വിറ്റ് കാശായി തിരിച്ചു വരും. തുണിയൊക്കെ വിറ്റാൽ നമ്മൾ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യാം. അത് അവിടം വരെ ഓക്കെ. പക്ഷേ ഈ ശമ്പളവും ഈ ലൈക്ക് ഈ മാലോകരുടെ കമ്മിറ്റ്മെൻറ്റും ഈ ടാക്സുകളും ഇതെല്ലാം മര്യാദയ്ക്ക് കൊടുത്തു വരുന്നൊരു സ്ത്രീയാണ് ഞാൻ. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരും നമ്മളെ വിശ്വസിക്കില്ല. ഞാൻ പ്യുവർ സിൽക്ക് വിറ്റുകൊണ്ടിരിക്കുമ്പം സിൽക്കിൻ്റെ റെയ്ഡ് വന്നിട്ട് ഇത് നീ വിൽക്കുന്ന സിൽക്കാണോ എന്നുള്ള ചോദ്യം, അല്ല ആർട്ട് സിൽക്ക് മിക്സ് ആണെന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമാകും. സോ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചോദ്യകർത്താക്കൾക്ക് എൻ്റെ മുന്നിൽ ഞാൻ താഴുന്നു. സോ ഇങ്ങനെ സൊസൈറ്റിയോട് തന്നെ നമ്മളെല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഒരിക്കലും പവർലൂം കമ്മിറ്റ് ചെയ്യാത്ത എൻ്റെ വീവറിൻ്റെ അടുത്ത് ഞാൻ പവർലൂം ചെയ്യിച്ചു. ഇന്ന് ഹീസ് മേക്കിംഗ് മണി ഓൺലി ഔട്ട് ഓഫ് സെല്ലിങ് പവർലൂം. ഏറ്റവും പ്യൂർ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ കൊണ്ട് പവർലൂം ചെയ്യിക്കാൻ എന്നെ കൊണ്ട് പറ്റി. ഞാനാണ് ആ പവർലൂം ചെയ്യിച്ചത്. അല്ല, ഈ ഹാൻഡ്ലൂമും പവർലൂമും എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് കൈകൊണ്ട് തറി നെയ്തതും അവിടേക്ക് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തതുമാണ്. ഒന്ന് ഹാൻഡ്ലൂമും പവർലൂമും എന്നൊന്ന് മെൻഷൻ ചെയ്ത് പോകണം. അല്ല, ഒന്നും കൂടി പറഞ്ഞ ഈ പവർലൂം കൊള്ളില്ല അല്ലെങ്കിൽ ഹാൻഡ്ലൂമാണ് നല്ലതെന്നൊരു ഒരു കാര്യം കൊണ്ടുണ്ട്. ശരിക്കും എന്തൊന്നും ഇപ്പൊ ഈ കാലത്ത് ഞാൻ 20 കൊല്ലം മുന്നേ പറയുന്നുണ്ട്. ദിസ് ഒറിജിനൽ വീവിങ് ഓഫ് സിൽക്ക് ഓർ ഒറിജിനൽ വീവിങ് ഓഫ് ബാലരാമപുരം ആൻഡ് കൂത്താമ്പള്ളി എല്ലാം ഹാൻഡ്ലൂം മാത്രമായിരുന്നു. കൂത്താമ്പള്ളിയിലുമൊക്കെ പവർലൂം അടുത്ത സ്റ്റേറ്റിൽ നിന്നുണ്ടാക്കി വരാൻ തുടങ്ങിയിട്ട് 30-40 കൊല്ലമായി. നമ്മൾ ഉടുക്കുന്ന പലതും പവർലൂമാണ്, പലതും പോളിസ്റ്റർ മിക്സ്ഡ് ആണ്, പലതും റയോൺ മിക്സ്ഡ് ആണ്. എനിക്ക് തന്നെ എല്ലാം പറയാനോ, ഞാനൊരു ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ ആളൊന്നും അല്ല. അങ്ങനെയൊന്നും അപഗ്രഥിച്ച് പറയാനൊന്നും പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഫിസിക്കലി പോസിബിൾ. ഈ ഇഴ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ പോളിസ്റ്റർ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു അളവ് വരെ എനിക്ക് പറയാനൊക്കൂ. അപ്പോൾ അങ്ങനെയൊക്കെ മിക്സ് ചെയ്യാനും ഒക്കെ പഠിച്ചാലേ ഈ വില കൺട്രോളിൽ നിർത്താനൊക്കെ ഉള്ളൂ. വെറും കോട്ടൺ ഉപയോഗിച്ച് നെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോട്ടൺ അവൈലബിൾ അല്ല, കോട്ടൺ നെയ്യാൻ സാധ്യമല്ല, കിട്ടില്ല, വിലയ്ക്ക് കിട്ടില്ല. ഹാൻഡ്ലൂം സാധ്യമല്ല, വീവേഴ്സ് ഇല്ല. കൂത്താമ്പള്ളിയിലും പറ്റില്ല, കാഞ്ചീപുരത്തും പറ്റില്ല, കാഞ്ചീപുരത്ത് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലും പറ്റില്ല. കേരള ടേസ്റ്റ് വേറെ, തമിഴ്നാട് ടേസ്റ്റ് വേറെ. ഇതിങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് ഒരു മിനിറ്റ് ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്നത്? ടു അറ്റൈൻ ദിസ് ബാലൻസ് ഓഫ് ഫാമിലി, ഓഫ് ഹൗസ്, ഓഫ് ബീയിങ് ദെയർ. ഇപ്പം എന്നെ ദുബായിൽ കൊണ്ടുപോകാൻ എത്രയോ പേര് എപ്പോഴൊക്കെയോ റെഡി ആയിരുന്നു. മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് മണി വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഞാൻ ദുബായ് പോയി ഒരു ഷെയ്ക്കിൻ്റെ കൂടെയോ വല്ലതും ജീവിക്കണോ, അതോ ദുബായ് ലൈഫ് ഞാൻ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ തീരുമാനം. നമ്മുടേതല്ലാത്തൊരു രാജ്യത്ത് നമ്മൾ എത്ര പോയി നിന്നാലും അത് നമ്മുടെ രാജ്യമല്ല ഒരിക്കലും. അപ്പം നമ്മളെ എപ്പോഴും അവരൊരു വെളിയിൽ നിന്നുള്ള ഒരാളായിട്ടോ ഒക്കെ കാണുന്നുള്ളൂ. നമ്മളെപ്പോഴും അവിടെ ഒരു ഡൗൺ ട്രോഡൺ ആണ്. നമ്മളവിടുത്തെ ഒരു ക്ലർക്കോ ഒക്കെയാണ്, എത്ര വലിയ ആൾ എന്തൊക്കെ ആയാലും. അല്ലേ, ഏറ്റവും വലിയ ഒരു നിരയിലുള്ള ഒരു 50 ലക്ഷം പേർക്ക് പറ്റുമായിരിക്കാം ലോകമെമ്പാടും. 50 ലക്ഷം പേര് കാരണം എത്ര കോടി ജനങ്ങളുണ്ട് താഴോട്ട്. ഇവരൊക്കെ എത്ര വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും വലിയ വീടും കണ്ണാടിയിട്ടൊരു വീടും ഒക്കെ ഒരാൾക്കുണ്ടെങ്കിൽ പോലും നമ്മളവിടുത്തെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആണ്. ഇവിടെയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സതീഷ് ഒരു കുപ്പി വെള്ളം അയക്കുമെന്ന് ചോദിച്ചാൽ 10 ദിവസം ഒരു കുപ്പി വെള്ളം അയക്കും. 11ാം ദിവസം ഞാൻ അയക്കില്ല. പക്ഷെ 10 ദിവസം എനിക്ക് ഒരു കുപ്പി വെള്ളം കിട്ടുമെന്ന് എനിക്കറിയാം. അടുത്ത വീട്ടിലെ ഒരു അമ്മ ചോദിച്ചാൽ ഒരു ഗ്ലാസ് അരി തരാമെന്ന് ചോദിച്ചാൽ അരി 10 ദിവസം കിട്ടും. അവിടെ അതിനൊന്നും ആരും ഇല്ല. എത്രയുണ്ടെങ്കിലും ഒരു ലിമിറ്റുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്നും രാജാവും റാണിയുമാണ്. വേറൊരു നാട്ടിൽ പോകുമ്പം നമ്മൾ അവിടുത്തെ ഫോറിനർ ആണ്. ഫുട്ബോൾ കളിക്കുന്ന മാതിരിയാണ്, വലിച്ചു നീട്ടി അടിക്കാൻ തുടങ്ങിയ അടി നീളത്തിലടിക്കാൻ അവസാനം വരെ അടിക്കാനൊക്കില്ല. എത്ര നാൾ നീ അടിക്കണമെന്ന് തീരുമാനിക്കുന്നു, എന്തടിക്കണമെന്ന് തീരുമാനിക്കുന്നു എന്ന പോലെ ഇരിക്കും നിന്റെ ഗോളടി. അപ്പം ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ജീവിതത്തിൽ നേരിട്ടിട്ടില്ല. സി
നേരിട്ടിട്ടുണ്ട്, പലതും നേരിട്ടിട്ടുണ്ട്, എല്ലാവരെയും പോലെയും തന്നെ പല കാര്യങ്ങളിൽ പലതും. ബിക്കോസ് അല്ല, അപ്പൊ ആ സമയങ്ങളിൽ സഹായികൾ എത്തിയിട്ടുണ്ടോ? ആത്മവിശ്വാസമാണോ? ഒരു സഹായം എത്തിയിട്ടില്ല. ബിക്കോസ് ഒന്ന് ഞാൻ പറയാം, വെയിറ്റ് സി, ഒരു മാനേജർ ഉണ്ടായിരുന്നു അച്ഛൻ്റെ സമയത്ത്. അങ്ങേര് താഴെ കുറച്ച് ആളുകളെ ഞങ്ങളുടെ കടയിലെ സ്റ്റാഫിനെയൊക്കെ സംഘടിപ്പിച്ചു. അന്ന് കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്ത സമയം തയ്ക്കാനായിട്ടൊരു യൂണിറ്റ്, സോളാർ എന്ന പേരിൽ ഒരു യൂണിറ്റ് തന്നെ ഉണ്ടാക്കി. ആ യൂണിറ്റിൽ തയ്യക്കാരുണ്ട്. അതിനൊരു ഷെഡ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ആ ഷെഡിൽ 100, 150, 200, 300 പേരിന്ന് ജോലി ചെയ്യുന്ന ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട്. ഷർട്ട് ബ്രാൻഡായിരുന്നു, ബോക്സിൽ കോളറൊക്കെ വെച്ച് എല്ലാം ചെയ്ത് കറക്റ്റായിട്ടുള്ള ഷർട്ട് ഒക്കെ തയ്ച്ചിരുന്നു. പിന്നെ ഫ്രോക്കൊക്കെ തയ്ച്ചിരുന്നു. ബട്ട് ഷർട്ടൊക്കെ ആയിരുന്നു കൂടുതലും. അത് തയ്ച്ച് അങ്ങേരുടെ ബ്രാൻഡിൽ അങ്ങേര് വിൽക്കുമ്പോഴും അങ്ങേര് ഡബിൾ ബില്ലിംഗ് ഒക്കെ കടയിലേക്ക് ചെയ്തു. തുണി കടയിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് പോകും, ബില്ല് ചെയ്യില്ല. തുണി കടയിൽ നിന്ന് എടുത്ത് പോയി, തുണിയുടെ കാശ് കടയിലോട്ട് വന്നിട്ടില്ല. ഷർട്ട് ബില്ല് ചെയ്ത് ഇങ്ങോട്ട് വരും, ഷർട്ടിന് മുഴുവൻ ബില്ലും വരും, തയ്യക്കൂലിയല്ല. റൈറ്റ്, ഡബിൾ ബില്ലിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതും കമ്പ്യൂട്ടർവൽക്കരിക്കാത്ത കാലത്ത് ലോക്കൽ സ്റ്റാഫിനെയും കയ്യിലെടുത്തോണ്ട് അങ്ങേര് പലതും ചെയ്തിട്ടുണ്ട്. അത് 80കളിൽ എൻ്റെ കല്യാണ സമയത്ത് അച്ഛൻ അറിയാമായിരുന്നു, എൻ്റെ ഭർത്താവിന് അറിയാം. അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെ കുറേ വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്ത പല സന്ദർഭങ്ങളും ഉണ്ട്. ബിക്കോസ് അങ്ങേരെ തന്നെ ഒരു റെക്സിൻ്റെ ഷോപ്പ് തുടങ്ങാൻ സമ്മതിച്ചു. എൻ്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ്, ഉപ്പൂട്ടിൽ ബിൽഡിംഗ് വന്നപ്പം അവിടെ ഒരു ഫ്ലോർ വാടകയ്ക്ക് എടുക്കാൻ സമ്മതിച്ചു. അവിടെ ആ റെക്സിൻ ഷോപ്പ് തുറക്കാൻ സമ്മതിച്ചു ഞങ്ങളുടെ മാനേജറിനെ. അപ്പോൾ ദാറ്റ് വിൽ ഹേർട്ട് ആർ ബിസിനസ്. അങ്ങനെ ഞങ്ങളുടെ പേരും പറഞ്ഞ് റെക്സിൻ്റെ ആളുകളെ, മാനുഫാക്ചേഴ്സിനൊക്കെ കാണാൻ പോയി. അപ്പം ഇത് പലതും കൂട്ടിക്കുഴച്ച് ഞങ്ങളുടെ ഫിനാൻസിൽ നിന്നൊക്കെ അങ്ങനെ കൈവച്ചൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇത് 80കളിൽ ഞങ്ങളുടെ എൻ്റെയും കണ്ണൻ്റെയും കല്യാണം കഴിഞ്ഞപ്പോൾ ഈ മാനേജർ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ മാനേജറിന് വേദന എടുക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാത്ത ഞാൻ റീറ്റെയിലിലേക്ക്, ഷോപ്പ് വിസിറ്റിലേക്ക് പോയി. അതായത് എൻ്റെ ഭർത്താവ് കടയിൽ ഓഫീസിലിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞ് കടയിലേക്ക് പോയി. ചീമാട്ടിയുടെ റീറ്റെയിൽ സ്റ്റോർ കോട്ടയത്തേക്ക് പോയി. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ ഭയപ്പാടായി. ഈ സ്ത്രീ എവിടെ കൈവെക്കുന്നു, എല്ലാവരും ഗെറ്റിംഗ് സോ മച്ച് പെർട്ടർബ്ഡ്. ആ ഒരു വിഷമം ഈ മാനേജർ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിക്കുന്നു, നീ എന്താ റീറ്റെയിലിൽ പോയി, നീ എന്താ തുണി എവിടുന്ന് വന്നെന്ന് ചോദിച്ചു. ഒരു സ്ത്രീയുടെ സാധാരണ ചോദ്യം. പക്ഷെ അതിൻ്റെ മുന്നിൽ ഇവർക്ക് കള്ളത്തരം ഉണ്ടായിരുന്ന കൊണ്ട് അതൊരു ഭയന്നു. മുഴുവൻ സിസ്റ്റം അങ്ങോട്ട് ഭയന്നു. ഓരോരുത്തർ പോകാൻ തുടങ്ങി. അച്ഛൻ പിടിച്ച് ആ ആളെ തന്നെ അങ്ങോട്ട് പുറത്തു വിട്ടു. എൻ്റെ ഭർത്താവും ഞാനും ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കടയിലുള്ള ചേഞ്ചസ്, പിന്നെ ഈ റോളിൽ ചുറ്റിയ തുണിയെ അല്ല, തിരിച്ച് പണ്ട് ഷർട്ടിങ് തുണി വരുന്നത് ഇങ്ങനത്തെ ഫോൾഡിലായിരുന്നു, ബേസ് ബോർഡ് ഫോൾഡ്. അതിനെ പിടിച്ച് റോളിലാക്കാൻ പറഞ്ഞു. റോളിൽ ഇന്ന് വരുന്ന പോലെ ആക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ളവർ അവിടുത്തെ സീനിയർ സൂപ്പർവൈസർ വിസമ്മതിച്ചു. ഒരാഴ്ചയായിട്ട് പറഞ്ഞിട്ടും ആൾ കേട്ടില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇൻറ്റീരിയർ ഡിസൈനർ വന്നപ്പം അത് റോളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് ആളൊന്നും കേട്ടില്ല, ഞാനിനി അങ്ങോട്ടൊന്നും വരുന്നില്ല. 2 ദിവസം നോക്കി, ഒരാഴ്ച നോക്കി, 10 ദിവസം നോക്കി. ഞാനൊരു സാധാരണ ഒരു വളരെ പാവം ഒരു സ്ത്രീയാണ്. എനിക്കിതൊന്നും ലോകമോ ലോകനീതികളോ ന്യായമോ ഒന്നും അറിയില്ല. എനിക്ക് ആകെപ്പാടെയുള്ള ചീമാട്ടി ചോദിച്ചോവിനെ നടക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, കട നിങ്ങളുടെയോ അങ്ങേരുടെ? ഇതൊന്നും ചോദിക്കാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ ചോദിച്ചു ഒരിക്കൽ, നീ എന്നെ ആരും ഇതൊക്കെ പഠിപ്പിച്ചതെന്ന്, വക്കീലിൻ്റെ ഭാഷ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ചോദിച്ചു, കട അവരുടെയോ നിങ്ങളുടെയോ? കട നിങ്ങളുടെ, കടയിൽ പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ പോയാൽ കട കൊള്ളാം. അങ്ങനെ വന്നില്ല. അത് കഴിഞ്ഞ് 2, 3, 4, 5, 6, 10 വർഷം അങ്ങനെ കടയിൽ വന്നിട്ടില്ല റീറ്റെയിലിൽ. ഞാൻ പോയി. അപ്പം ഐ വാസ് ദയർ. അപ്പം ഒരു ചോദ്യം എന്നെ ഹേർട്ട് ചെയ്യില്ല. കുട്ടി പറയുന്നത്, പീനമ്മ ഗെറ്റ് ഔട്ട്, യു ആർ നോട്ട് ഗുഡ്. യെസ്, ഇറ്റ്സ് ഓക്കെ. പീനമ്മയുടെ എപ്പിസോഡ് ഒട്ടും കൊള്ളില്ല, ഐ ഡിഡ്ന്റ് പബ്ലിഷ്, ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ്. ആ അവസ്ഥയിൽ വരാൻ യു ടേക്ക് എ ലോങ് ടൈം. നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന്. മാലോര് പറഞ്ഞ പല ചോദ്യങ്ങളും, വേണ്ടാത്ത ചോദ്യം ചോദിച്ചാൽ നമ്മളൊന്നും ഒരു തരി പോലും നമ്മുടെ അനങ്ങില്ല. ആ ഹൃദയം, ആ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരണം. ദാറ്റ്സ് വെൻ യു ബിക്കം എ റിയൽ ഹ്യൂമൻ ബീയിങ്. രണ്ടാമത്തെ ഫ്രോഡ് തരം, ഇറ്റ് വാസ് ഹാപ്പനിങ് ഇൻ കൊച്ചിൻ സ്റ്റോർ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, ഇത് എവിടെയോ എനിക്ക് കണക്ക് തെറ്റുന്നുണ്ട്, ദർ ഇസ് സംതിങ് ഗോയിങ് റോങ് ഇൻ കൊച്ചിൻ, നിങ്ങൾ കൊച്ചി പോയി താമസിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ കൊച്ചിയിൽ വന്നു. അങ്ങനെ പിള്ളേരെ 15 ദിവസം ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് പിള്ളേരെ സ്കൂളിൽ വിട്ടു. വീടായിട്ടില്ല.
എന്ത് സർക്കസും ഏത് ലെവലിൽ വേണമെങ്കിലും ചെയ്യും. ഉം. ടു സീ ദാറ്റ് തിങ്സ് ആർ ഓക്കെ. അത് 3 കുട്ടികളാണോ മാമിന്? 4 പേരാണോ? 3 പേര്, 3 പേര്. ഈ 3 5 ഡെലിവറി, 3 പിള്ളേർ. അപ്പോൾ ഇത് അപ്പോൾ ചെറുപ്പത്തിലെ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഒരു മദർ കെയർ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ത്രീയുടെ പടവും 3 പിള്ളേരുടെ പടവും. ഞാൻ ചോദിച്ചു, 3 ഡെലിവറി കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റും എന്നത് ഉത്തരം എൻ്റെ ഹസ്ബൻഡിൻ്റെ. ഹീസ് എ വെൽ റെഡ് പേഴ്സൺ. ഓ. അപ്പൊ ഞാൻ വേറെ എൻ്റെ മഹേശ്വരി ഹാളിലെ ഒരു ആൻറ്റിയൊക്കെ കണ്ടിട്ടുണ്ട്, 5 പിള്ളേർ കഴിഞ്ഞാലും ഷീ വിൽ ലുക്ക് ഗുഡ്, നമ്മൾ പിള്ളേരുടെ മുഖത്തൊക്കെ കൊള്ളാലോ ആൻറ്റി എന്ന് പറയേണ്ടി വരും ഓരോ കല്യാണത്തിന് പോകുമ്പോഴും. അപ്പോൾ അതൊക്കെ എന്നെ മനസ്സിൽ വെച്ചോണ്ട് സായിപ്പിൻ്റെ നാട്ടിൽ പോകുമ്പോൾ, വെൽ ട്രാവൽഡ് പേഴ്സൺ ആണ് ഞാൻ 80 തൊട്ടേ. സായിപ്പിൻ്റെ നാട്ടിൽ പോകുമ്പം സായിപ്പ് കാണിക്കുന്ന ഊർജ്ജസ്വലത, നമ്മളിവിടെ മെഞ്ഞിയെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരിക്കുന്ന സായിപ്പ് പോകുന്ന പോക്ക് കണ്ട് നമുക്ക് തോന്നും ദൈവമേ, സായിപ്പ് പിള്ളേരെ ചുമന്നുകൊണ്ട് പോകുന്നത്, സായിപ്പ് കൊണ്ട് നടക്കുന്നത്. സോ യുവർ ബോഡി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എനിക്ക് പറയാതെ തന്നെ എൻ്റെ സിസ്റ്റത്തിന് മനസ്സിലായി. എന്നെ എൻ്റെ അച്ഛനൊക്കെ വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുവാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പ്രായം ഞാൻ പറയുന്നില്ല, ഈ പ്രായത്തിലും ഇങ്ങനെ പറഞ്ഞ ഗോവിന്ദൻകുട്ടി ഇപ്പൊ എണീറ്റ് പോകും. ഇപ്പൊ ഒരു ബർത്ത്ഡേ ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളൂ. അതെ അതെ. അപ്പൊ വയസ്സ് കുറഞ്ഞു വരികയല്ലേ, നിങ്ങളുടെയൊക്കെ കൂടും, നമ്മുടെയൊക്കെ കുറയുവാ. അപ്പൊ എന്നിട്ട് എറണാകുളം സ്റ്റോർ വന്നിട്ട്, അല്ല എറണാകുളത്ത് സ്റ്റോറി വരുമ്പം അങ്ങനെ എറണാകുളത്ത് എന്തോ ലീക്കേജ് ഉണ്ട്, ഫിനാൻഷ്യൽ യു ഹാവ് ടു ബി ദെയർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടും. യു ലുക്ക് ആഫ്റ്റർ എവറിത്തിങ്. ഒരു ചുക്കും ചുണ്ണാകുമ്പോൾ അറിയത്തില്ല, എന്തെങ്കിലും പറഞ്ഞാലല്ലേ വല്ലതും ചെയ്യാൻ പറ്റൂ. അപ്പൊ രമണിക്കായ ഉണ്ട്, രമണിക്കായിൽ വലിയ സെയിൽ നടക്കുന്നു. രമണിക്കായിൽ പോയിട്ട് പെണ്ണുങ്ങളെ ഫാഷൻ ഷോയ്ക്ക് പോയിട്ട് ഇവിടെ ഒരുങ്ങി ഇങ്ങോട്ട് വരും, ഞങ്ങളിവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു കടക്കാരൻ ഞങ്ങളുടെ സാരി, വെള്ള സാരി എടുത്തിട്ട് വെട്ടി വിൽക്കും, വെട്ടിയിട്ട് തിരിച്ചു വിടും. റൈറ്റ്? അങ്ങനെ എന്നും, അതായത് ഒരു 10, 30, 40 സാരിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാരി കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഓർഗൻസ, വെള്ള ഓർഗൻസ സാരി, പള്ളിയിൽ കൊടുക്കുന്ന സാരി തിരിച്ച് കടയിൽ വരുന്നു. അപ്പോൾ ഇവർ വെട്ടി വിടുന്നതാ, ഞങ്ങൾക്കറിയാം, ആരോട് പോയി പറയാൻ, ഞങ്ങളുടെ സാരിയിൽ കേടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആയി ബ്ലൗസിന് പോകുമ്പോഴോ അവിടെ കാണിക്കാൻ പോകുമ്പോഴോ ഇയാൾ കാണിച്ച് വിടുന്ന കാട്ടായങ്ങളാണ്. പക്ഷെ അവരെക്കാളും ഞങ്ങൾ ഇന്ന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവർ മാർക്കറ്റിലുണ്ട്, പക്ഷേ അവരും തമ്മിലിപ്പോൾ ഒരു ബന്ധവും ഇല്ല. മാർക്കറ്റിൽ അവർക്ക് പേരില്ല, ഞങ്ങൾക്ക് പേരുണ്ട്. യുനോ ടൈം വിൽ പ്രൂവ് എവറിത്തിങ്. അപ്പോൾ ഈ രമണിക്ക വരുന്നു, രമണിക്ക 5, 12 പേജ് ആഡ് കൊടുക്കുന്നു ഫെമിനായിൽ. അപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാനില്ല. അച്ഛൻ പറയുന്നു, നീ എന്തെങ്കിലും ചെയ്യും, എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ വേറെ സിസ്റ്റം ഉണ്ടാക്കി, വേറെ സ്കീംസ് അനൗൺസ് ചെയ്ത് വി വെൻ്റ് അലോങ്. നിങ്ങൾ കൂടുതൽ അടിക്കും തോറും അയാൾ ഹൊമ്മെന്ന് വലുതായി വരുന്നത്. അത് മനസ്സിലാക്കണം ലോകം. റൈറ്റ്? പുറത്തുനിന്ന്, മുന്നിൽ നിന്ന്, സൈഡിൽ നിന്ന് കുത്തുമ്പം കുത്തുന്നവർക്കായിരിക്കും വേന എടുക്കുന്നത്, കുത്തുകൊള്ളുന്നവർക്ക് വേന കാണില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ഫിനാൻഷ്യൽ പ്രോബ്ലം, ഈ മാനേജർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരു ബാങ്ക് മാനേജറെ കയ്യിലെടുത്തോണ്ട് ആ ബാങ്ക് മാനേജറും ഈ മാനേജറും കൂടി കട്ട് എടുത്തു. കൊച്ചി ബ്രാഞ്ച്. ഞങ്ങളുടെ അന്ന് ലെഡ്ജർ എന്ന് പറയുന്നത്, ദർസ് നോ കമ്പ്യൂട്ടർ, ദർസ് നോ ഫോൺ, ദർസ് നോ വൈഫൈ, ദർസ് നോ ടെലിവിഷൻ. അപ്പം ടെലിവിഷൻ അത്യാവശ്യം മാത്രം വന്ന സമയം. അപ്പോൾ ഈ ലെഡ്ജറിൽ ആ ലൈനിൽ ഒന്നൊന്നൊക്കെ എഴുതി ബാലൻസ് 00 എന്ന് പറയും, പക്ഷെ ഒന്നൊന്ന് ആ ലൈനിൽ എഴുതിയിരിക്കുക. പെൻസിൽ വെച്ച് എഴുതുമ്പോൾ ആർക്കും വായിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് അന്ന് രാവിലെ നോക്കിയിട്ടും 00 ആണ് ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 1 ലക്ഷം രൂപ ബാലൻസ് എന്നാണ് ലെഡ്ജർ വരി. അത് ആ ഒന്നിങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അന്ന് 1 ലക്ഷം, ഇന്ന് 1 കോടി 10 കോടിയുടെ സമമായിരിക്കാം. പക്ഷെ അങ്ങനെ വരെ ദ്രോഹിച്ചിട്ട് പോയവരുണ്ട്. അവരാരും ഇന്ന് കൊടി കെട്ടി പറക്കുന്നില്ല, ആരും ജീവിച്ചിരിപ്പില്ല. ബട്ട് വി ലിവ്. അതിൽ കൂടി സഹിച്ചും അധ്വാനിച്ചും ബുദ്ധിമുട്ടിയും ഒക്കെ മുന്നോട്ട് പോയി. ഇതിപ്പോൾ ഓണത്തിന് നമ്മളെ അച്ഛൻ കൊണ്ടുവന്ന്, ഞാനും ചേട്ടനും ചേച്ചിയുണ്ട്, ഞങ്ങളെ നേരെ ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഉടുപ്പിന് തുണിയെടുക്കും. അന്നത്തെ കാലത്ത് അത് പോയി. നമുക്ക് അന്ന് ഈ റെഡിമെയ്ഡിന്റെ തുടക്കമാണ്. അപ്പോൾ ഈ റെഡിമെയ്ഡ് ഉടുപ്പെന്നൊക്കെ പറഞ്ഞാൽ വലിയ ലക്ഷറിയാണ്, ഇത് കിട്ടാനില്ല, അതിൻ്റെ തുന്നൽ ഭയങ്കരമാണ്, ഇട്ടാൽ ഭയങ്കര എടുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന് മുമ്പ് നാട്ടിലൊക്കെ തുന്നൽ കട ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെങ്ങും തുന്നൽ കടയില്ല, വളരെ ചുരുക്കമാണ്. ഇനി തുന്നാൻ പോയാലും അത് ലക്ഷറിയായ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും നത്തിങ് ഈസ് എ ലക്ഷറി. അതെ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റൈൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയുടെ മുന്നിലായിരിക്കുന്നത്. തുന്നുന്ന ലക്ഷറി ആണെന്നൊന്നും എന്നോട് പറയില്ല. മിതമായ വിലയ്ക്ക് ഞാൻ തുന്നിച്ചു തരാം, എന്ത് വേണമെങ്കിലും. സി ധാരാളം ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, തുന്നൽക്കാരികളും ബുട്ടീക്കുകളും ഒക്കെ ലോകത്തുണ്ട്. ഈ ഒരു സ്വിച്ചിങ്, അതായത് റെഡിമെയ്ഡ് വസ്ത്രങ്ങളിലേക്കുള്ള ഒരു സ്വിച്ചിങ്, അതെങ്ങനെ ബാധിച്ചു, അതെങ്ങനെ നേരിട്ടു, എങ്ങനെ അതിനൊപ്പം പോയി?
ആ കാലത്ത് ഞാൻ അധികം എൻ്റെ ഒരു വളരെ ചെറുപ്പമായിരിക്കാം. ഉം. റെഡിമെയ്ഡ് വസ്ത്രമൊക്കെ വരുമ്പം ഞാൻ 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 80s ഞാൻ കയറുമ്പോൾ റെഡിമെയ്ഡ് പതുക്കെ പതുക്കെ വരുന്നു. മദേഴ്സ് ടച്ച് ഉണ്ട്. അന്ന് അവരുടെ ലൈനിട്ട സ്റ്റോറി ഒരു 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 മതിന് മുഴുവൻ എടുത്ത് ഞാൻ ഇട്ടും ഒന്നും വിറ്റില്ല. ലൈൻസിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞ പാവാടയും ബ്ലൗസും ടോപ്പും ഒക്കെ ലൈൻസ് ഇട്ടത് മുഴുവൻ സ്റ്റോറി ആയിട്ട് കൊണ്ട് ഇട്ട് കൊടുത്തു, ഒന്നും വിറ്റില്ല. സോ റെഡിമെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. ഉം. അങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ വരുന്നത്. സോ ഒന്നിനെയും ഹേർട്ട് ചെയ്യുമോ? ഈ ലോകത്തെല്ലാം ഒരുപോലെ ജീവിച്ചു പോകാനുള്ള സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ട്. ആദ്യം മെക്കിട്ട് കയറേണ്ട കാര്യമില്ല ഒന്നിനും. നമ്മൾ അതാത് കാലത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അന്ന് അത് ബുദ്ധിമുട്ട്, പുറകോട്ട് അത് 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് അന്ന് വന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് അന്ന് വരുന്നു. സി ലോട്ട് ഓഫ് ടാക്സസ് ആർ ആഡഡ് ആഫ്റ്റർ ദാറ്റ്, ലോട്ട്സ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഹാവ് കം ആഫ്റ്റർ ദാറ്റ്. ഇന്ന് നിൽക്കുമ്പോൾ റെഡിമെയ്ഡ് അന്ന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെറും മീറ്റർ വെച്ച് വിൽക്കുന്നവർക്ക് അന്ന് റെഡിമെയ്ഡ് ഇല്ലാത്തവർ കാണും. റെഡിമെയ്ഡ് അന്ന് ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അന്നും റെഡിമെയ്ഡ് കാണുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ട് കാണും, റെഡിമെയ്ഡ് വില കൂടുതലായിട്ട് തോന്നും. അങ്ങനെ ഓരോന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ഒത്തിരി പഴയ ചോദ്യമാണ്. വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാന ഘട്ടത്തിലേക്ക് പോവാം. നമ്മുടെ ഈ ശീമാട്ടിയിൽ ഇപ്പോൾ ഉള്ള ഇമ്പോർട്ട് ചെയ്ത ഉറുമ്പുകളെ പറ്റി 1-2 വാക്കുകൾ. എന്താണ് ഈ ഇമ്പോർട്ട് ആൻഡ് എന്ന് പറയുന്ന സംഭവം? ഇമ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒരു ബ്രാൻഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ പ്രാവശ്യവും വ്യത്യസ്തമായ കുറെ പരസ്യ ടെക്നിക്കുകൾ ശീമാട്ടി കൊണ്ടുവരാറുണ്ട്. എന്താ വെച്ചാൽ സോങ് മുതൽ കൊണ്ടുവന്ന ഓരോ തവണ കൊറിയൻ അത് ഞാനിപ്പോൾ പറയാറായിട്ടില്ല. വിൽ ടോക്ക് അബൌട്ട് ലേറ്റർ. ഇമ്പോർട്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ഇമ്പോർട്ട് ചെയ്ത ബ്രാൻഡുകളുടെ ഒരു മേള എന്നതാണ് അതിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത്. പുറത്ത് നിന്ന് കൊണ്ടുവരുന്നത് ഇമ്പോർട്ട് ചെയ്തതായ ഒരു ബ്രാൻഡുകളുടെ മേള എന്നുള്ള രീതിയിൽ കുറേ ബ്രാൻഡ് പുറത്തുനിന്ന് കുറേ സാധനം കൊണ്ടുവരുന്നു എന്നതാണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഇപ്പം അത് വളരെ വളരെ സക്സസ് ആയിട്ട് ശീമാട്ടി നടക്കുന്നുണ്ട് അല്ലേ? യെസ്. എന്താ അതിനെപ്പറ്റി ഒന്നും വിട്ടു പറയാത്തേ? വിട്ടു പറയേണ്ടി വരുമ്പോൾ പറയാം. ഈ യാത്രയിൽ ഒരുപക്ഷെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ലീഡർഷിപ്പിൽ മാനേജ്മെൻറ്റിലൊക്കെ ആദ്യമായി കടന്നു വരുന്ന സ്ത്രീയായിരുന്നു ബീന കണ്ണൻ. ഒരുപക്ഷെ കേരളത്തിലെങ്കിലും ഒരു വലിയ സംരംഭത്തിൻ്റെ വലിയ സംരംഭം. അപ്പോൾ ആ ഒരു സ്ത്രീകളെ അങ്ങനെ അംഗീകരിച്ചിരുന്ന ഒരു വ്യവസ്ഥിതി ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. അവളാരാ ഒരു പെണ്ണല്ലേ, അവളാരാ ഒരു പെണ്ണല്ലേ ഇത് പറയാൻ, അവരെന്തിനാ ഇത് നോക്കുന്നത് എന്നുള്ളത് ഞാനിത് കേട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട്, സമൂഹത്തിൽ കേട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ ചലഞ്ച് ചെയ്തു, അതിനെ എങ്ങനെ നേരിട്ടു? നേരിടേണ്ടി ഒന്നും വന്നിട്ടില്ല. ബിക്കോസ് സ്ട്രെയിറ്റ് ഡിറക്റ്റ് എൻ്റെ ഭർത്താവ് എനിക്ക് നേരെയുള്ള വഴികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിടത്ത് പോയി എങ്ങനെ പോകണം, എങ്ങനെ എത്തിച്ചേരണം, ഇതൊക്കെ ഓട്ടോയിലാണെങ്കിലും കയറി പോകാനും ഒക്കെ അറിയാം. സോ നേരെ ചൊവ്വനെ ബിഹേവ് ചെയ്ത് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്ത് നേരെ ചൊവ്വനെ ഇന്ത്യക്കാർ മാഡം എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വക്കീൽ എൻ്റെ അച്ഛനോട് പറഞ്ഞ വാക്കുകളാണ്. സോ ഇൻ എ ബിഗർ സ്കെയിൽ ഒത്തിരി പേര് ബ്യൂട്ടിക്കുകളും അല്ലെങ്കിൽ തെലുങ്കുകാരും തമിഴുകാരും ഒത്തിരി പേരുണ്ട്. ബട്ട് ഡസൻറ്റ് മാറ്റർ. ഒരു വലിയ രീതിയിൽ മാഡം എന്ന് പറയാൻ ഇന്ത്യയിൽ ഞാൻ മാത്രമേ 10-30 കൊല്ലം അന്നുണ്ടായിരുന്നുള്ളൂ. 80 തൊട്ട് 2000 വരെ. അത് കഴിഞ്ഞാണ് പ്രവാഹം തുടങ്ങി. ഒരു സ്ത്രീയും ഇല്ലായിരുന്നു പറയാം. അങ്ങനെയല്ല, ഒരു വലിയ സ്കെയിലിൽ ഇന്ത്യ മുഴുവൻ നടന്ന് പറയുന്ന സമയത്ത് ഇന്നും എൻ്റെ സ്കെഡ്യൂള് പറയുന്ന സമ്പത്തെന്ന് വെച്ചാൽ 10 എത്തും. എത്തിയ പറഞ്ഞ 100 പീസ് 100 പീസ് വാങ്ങിക്കും. അതിൻ്റെ പേയ്മെൻറ്റ് പറ്റുന്നത് പോലെ കൊടുക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ വേണം. ഇത് പലപ്പോഴും പലയിടത്തും വീണു പോകും. തട്ടിപ്പൊക്കി എടുക്കേണ്ടി വരും. കണ്ടിന്യൂറ്റി കാണില്ല. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി വേണ്ട എല്ലാ സ്കെയിലും. ഐ എം ഫ്രം റെഡിമെയ്ഡ്സ് ടു ടെക്സ്റ്റൈൽസ് ടു ഡ്രസ്സസ് ടു സാരീസ് ടു കോട്ടൺ സാരീസ് ടു സിൽക്ക് സാരീസ് ടു വെഡിങ് വെയർ ടു കോട്ടിയർ ടു എവറിഥിങ്. അപ്പം ഇത്രയും ലാർജ് ഫോർമാറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനൊന്നും എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആൻഡ് ഓൾസോ പ്രസൻസ് ആൻഡ് വെൽ നോളജബിൾ, a command over things, a command over people. It's not easy. കള്ളത്തരം ചെയ്തിട്ട് എൻ്റെ മുന്നിൽ നിന്നാൽ മോനെ പോയിട്ട് വാന്ന് പറയാൻ 2, 3, 4 ചാൻസ് കഴിഞ്ഞ് നമസ്കാരം പറയാൻ വരെ ഇന്ന് എനിക്കറിയാം. അതൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ഒരു ലിമിറ്റഡ് ആയ ഒരു 5, 8, 10 വർഷം ഞാൻ കൂട്ടി പറയുക. ഒരാൾക്ക് കുറേ കൊണ്ട് നടക്കാം. അത് ആ ബാലൻസിൽ തന്നെ മുന്നോട്ട് പോവാൻ എല്ലാവർക്കും എപ്പോഴും പറ്റിയെന്ന് വരില്ല. പലർക്കും പലതും ഇപ്പോൾ പറ്റും. സോ വാട്ട്? You are an old player. You can do things well. There are many people who can do maybe. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള ടോളറൻസിനെ നേരിടേണ്ട അവസ്ഥയില്ലാത്ത രീതിയിൽ മാമിനെ രൂപപ്പെടുത്തുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആരെന്ത് ചോദിച്ചാലും ചിലപ്പോൾ വൃത്തിയായിട്ട് ചോദിക്കുന്നവരുണ്ട്. ലൈക്ക് ഒരിക്കൽ ഒരു ഹിന്ദിക്കാരൻ, ദേ ആർ ഗുഡ് ഫാമിലി ഫ്രണ്ട്സ് ഓഫ് മീ. അങ്ങനെ
ചുംബനം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുന്ന കാറിൽ ദ ഹോൾ ഫാമിലി വാസ് സിറ്റിംഗ്. അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ വലിയ ആളാണ്, അങ്ങനെ എവിടേക്കോ പോയി, ഇന്ത്യയിലേ ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഡയലോഗ് കേൾക്കത്തുമില്ല, അതിന് ഉത്തരം ഞാൻ പറയത്തുമില്ല, റിയാക്ട് ചെയ്യത്തുമില്ല ഒരു ഭാഷയിലും. ഇംഗ്ലീഷിൽ ഉത്തരം പറയത്തില്ല, ഹിന്ദിയിൽ ഉത്തരം പറയത്തില്ല, മലയാളത്തിൽ ഉത്തരം പറയത്തില്ല, അറിയാവുന്നും പറയത്തില്ല, അറിയത്തില്ല എന്നും പറയില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ ഉള്ളിൽ ഒരു ഭയങ്കര ഉള്ളിൽ നിന്നൊരിക്കലും ഉള്ളിലൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരിക്കലും പിന്നോട്ട് വലിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടേ വാട്ട് യു മീൻ ബൈ പിന്നോട്ട് വലിഞ്ഞിട്ടില്ല? നെവർ. ഇല്ല. ഈ പുതുതലമുറയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷീമാട്ടി എങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ചിരിച്ചു പോവാ. സത്യം പറഞ്ഞാൽ ABC മലയാളത്തിൽ വന്നപ്പോഴാണ് എനിക്ക് കൊറിയൻ ഡ്രസ്സിനെ കുറിച്ച് ഒരു കൊച്ചു പെൺകുട്ടി, ലോകത്ത് പല ഭാഗത്തു നിന്നും ചോദ്യം വന്നു. എവിടെ നിന്നോ ഒരു കൊച്ചു പെൺകുട്ടി, കാനഡ തൊട്ട് ബാംഗ്ലൂർ തൊട്ട് മലമ്പുഴ തൊട്ട് എല്ലായിടത്തു നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടി, ആൻറ്റി എനിക്ക് കൊറിയൻ ഫാഷൻ ചീമാട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ കൊറിയൻ ഫെസ്റ്റിവൽ നടത്തിയത്. ഇറ്റ് വാസ് എ ഗുഡ് സക്സസ്. ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ട്രെൻഡിങ് K-pop ഡ്രസ്സുകൾ ഒന്ന് സെറ്റാക്കി തരും. Lots of garments and it went well, but still continuing very well. So അങ്ങനെ ജെൻസിക്ക് വേണ്ടിയതെല്ലാം എപ്പോഴും പിന്നെ ചൈനീസ് ഫാഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഷീമാട്ടിൽ എക്കാലം തൊട്ടേ കാണാറുണ്ട്. ഡ്രസ്സുകളും ടോപ്പുകളും എല്ലാം തന്നെ എക്കാലവും ഉണ്ട്. ജീൻസുകൾ, പല പല രീതിയിലുള്ള പുതിയ ട്രെൻഡുകൾ എപ്പോഴും ഷീമാട്ടിയിൽ കാണാറുണ്ട്. ലെറ്റ് ഇറ്റ് ബി ഫാഷൻ, ലെറ്റ് ഇറ്റ് ബി പാർട്ടി, എന്നൊക്കെ എന്ത് വേണേലും ഷീമാട്ടിയിൽ കിട്ടും. സോ ജെൻസിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ്. അവർക്ക് കുർത്തി തൊട്ട് മോഡേൺ സ്ട്രാപ്ലെസ് ജയ്പൂരി ഡ്രസ്സ് തൊട്ട് ക്രോപ്പ് ടോപ്പ് തൊട്ട് എല്ലാം, എനിത്തിങ് യു വോണ്ട് ടു വെയർ വിത്ത് എനി മോഡേൺ ഗാർമെൻറ്റ്, ജീൻസിൻ്റെ കൂടെ ഇടാനുള്ള ടോപ്പുകൾ, വിവിധ ഇനം ജീൻസുകൾ എല്ലാം ജെൻസിക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സോ ജെൻസിയാണ് ഞങ്ങളുടെ പ്രൈം ക്ലയൻസ്. ഇത്ര വിലപ്പെട്ട സമയം, അതിനേക്കാൾ ഉപരി ഒരുപാട് അറിവുകൾ, ചില കഥകൾ, ചില യാത്രകൾ, അത് ജീവിതത്തിൽ കേൾക്കാൻ വിധിക്കപ്പെടുന്നത് തന്നെ ഭാഗ്യമാണ്. അത് അപ്പൂപ്പൻ മുതൽ അച്ഛൻ മുതൽ മാം വരെ എത്തി നിൽക്കുന്ന ഒരു യാത്ര, അതിൻ്റെ സ്ട്രഗിൾ, അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ, ഒരുപാട് പേർക്ക് നല്ല ഓർമ്മകളാകട്ടെ. ഇനി ABCയിൽ വരണം. ABC വ്യൂവേഴ്സിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുകൈ. എല്ലാവർക്കും വളരെ സന്തോഷമായ ഒരു ഓണവും ഏറ്റവും സന്തോഷമായ ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, Vinama. Thank you, Sadish. Thank This you, video Bhagavathi. is powered by Melam Curry Powder.